CPI സംസ്ഥാന നേതൃയോഗങ്ങൾ ഇന്ന് തുടങ്ങുകയാണ്. സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തതിൽ ഒരു വിഭാഗത്തിന് അതൃപ്തി നിലനിൽക്കുന്നു. മാത്രമല്ല അതൊരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല എന്ന് ആളുകൾ പറയുന്നുണ്ട്. കാനം രാജേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചികിത്സ സംബന്ധിച്ച് 3 മാസത്തെ അവധിക്ക് അപേക്ഷിച്ചപ്പോൾ ആ അവധി അപേക്ഷയുടെ പിൻബലത്തിൽ ബിനോയ് വിശ്വത്തെ പെട്ടെന്ന് ആക്ടിംഗ് ജനറൽ സെക്രട്ടറിയായി മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് നിലപാടുകൾക്ക് യോജിച്ചതല്ല എന്ന അഭിപ്രായക്കാരായ ചില ആളുകൾ CPIയിലുണ്ട്. ഇന്ന് എക്സിക്യൂട്ടീവും നാളെ സംസ്ഥാന കൗൺസിലുമാണ് നടക്കുക. തിരുവനന്തപുരത്ത് നിന്ന് ഷെവീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. ഷെവീദ്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഈ കാനം രാജേന്ദ്രന്റെ മരണത്തിന് പിന്നാലെ ചേർന്ന നേതൃയോഗത്തിലാണ് CPI ദേശീയ നിർവാഹക സമിതി അംഗമായ ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതുവരെ ബിനോയ് വിശ്വത്തിന് ചുമതല നൽകണമെന്ന് മരിക്കുന്നതിന് മുൻപ് കാനം ആവശ്യപ്പെട്ടിരുന്നു. ഈ തീരുമാനം വന്നതിന് പിന്നാലെ മുതിർന്ന നേതാക്കൾ, അത് KE ഇസ്മായിൽ ആണെങ്കിലും CK ദിവാകരനാണെങ്കിലും ഇവരടക്കം ഈ തീരുമാനത്തിൽ എതിർപ്പ് പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരുന്നു. കീഴ്വഴക്കം ലംഘിച്ചാണ് ബിനോയ് വിശ്വത്തിന് നിയമനമെന്നും അതേപോലെ തന്നെ ഇത്ര തിരക്ക് കൂടി പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് എന്തിനെന്ന ചോദ്യം ഇസ്മായിൽ മുന്നോട്ട് വെച്ചിരുന്നു. പിന്തുടർച്ചാവകാശമടക്കം CPI കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചേരുന്നതല്ല എന്നുള്ള വിമർശനവും ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന നേതൃയോഗങ്ങൾ ചേരുന്നത്. സംസ്ഥാന നേതൃത്വത്തിൽ KE ഇസ്മായിൽ ഇല്ലെങ്കിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ബിനോയ് വിശ്വത്തെ തെരഞ്ഞെടുത്തതിനെ ചോദ്യം ചെയ്തേക്കാം. എന്നാൽ തീരുമാനത്തിൽ മാറ്റം വരാനുള്ള സാധ്യതയില്ല. ബിനോയ് വിശ്വത്തിന്റെ നിയമനത്തെ സംസ്ഥാന നേതൃയോഗങ്ങൾ അംഗീകരിക്കും. അതേസമയം ഈ കാനത്തിന്റെ വിടവാങ്ങലിന് പിന്നാലെ CPIയിൽ വിഭാഗീയത വീണ്ടും രൂക്ഷമാകുമോ എന്ന ആശങ്ക ചില നേതാക്കൾക്കുണ്ട്. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകളും യോഗത്തിൽ ഉണ്ടായേക്കും. SKN. ഓക്കെ, താങ്ക് യു ഷെവീദ് റാവുത്തർ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.